അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നർ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. An inner product on a real vector space V is a function that associates a real number denoted by UV. ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക, ഇന്നർ പ്രൊഡക്റ്റ് UV, with each pair of vector in V such a way that the following axioms are satisfied for all vectors U, V and W and all scalars K. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ആണ് റിയൽ വെക്ടർ സ്പേസ് വി. റിയൽ വെക്ടർ സ്പേസിൽ മാത്രമാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ് റിയൽ വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് എ റിയൽ നമ്പർ. റിയൽ നമ്പർ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും, എന്തോ ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്നാണ് നമ്മൾ അതിനെന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിലെ യുവും വിയും എവിടെ ഉള്ളതായിരിക്കും? യു ആൻഡ് വി, ഈച്ച് പെയർ ഓഫ് വെക്ടേഴ്സ് ഇൻ ഈച്ച് പെയർ ഓഫ് വെക്ടേഴ്സ് ഇൻ വി. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലുള്ള വെക്ടേഴ്സ് ആയിരിക്കും യുവും വിയും. പോരാത്തതിന് ഈ യുവും വിയും ഒക്കെ എന്ത് ചെയ്യുന്നു? താഴെ പറയുന്ന ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ താഴെ പറയുന്ന 4 ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. ആ ഫംഗ്ഷൻ എന്ത് വിളിക്കുക? ഇന്നർ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ ഈ പറയുന്ന 4 ആക്സിയോംസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് 4 ആക്സിയോംസ് നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വി യു. അതായത് സിമെട്രി ആക്സിയോം എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി കാണുമ്പോൾ അത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യുവിന് ഈക്വൽ ആയിരിക്കണം. പോരാത്തതിന് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി കോമ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്ട്സ് ഓഫ് യു ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു. അതായത് അഡിറ്റിവിറ്റി എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കെ യു കോമ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു യു വി എന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു 0. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി, അതായത് ഒരു വെക്ടർ സ്പേസിൻ്റെ തന്നെ ഇന്നർ പ്രൊഡക്റ്റുകൾ വി വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പോരാത്തതിന് വി വി ഈക്വൽ ടു 0 ആവുന്നത് എപ്പോൾ മാത്രമായിരിക്കും? വെക്ടർ സ്പേസ് അല്ലെങ്കിൽ വെക്ടർ വി 0 ആകുമ്പോൾ മാത്രമേ ഇന്നർ പ്രൊഡക്റ്റ് വി വി ഈക്വൽ ടു എന്താവുള്ളൂ? 0 ആവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒരു റിയൽ വെക്ടർ സ്പേസ് വിത്ത് എൻ ഇന്നർ പ്രൊഡക്റ്റ്, എ റിയൽ വെക്ടർ സ്പേസ് വിത്ത് എൻ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് കാൾഡ് റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഒരു വെക്ടർ സ്പേസ് ഇന്നർ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ വെക്ടർ സ്പേസിന് നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് വിളിക്കും. അപ്പം ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആവണം ഓൺ എ റിയൽ വെക്ടർ വി എന്ന് പറയണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇന്നർ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ അത് ഈ പറയുന്ന 4 ആക്സിയോംസ് എന്ത് ചെയ്തിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. പിന്നെ ഈ 4 ആക്സിയോം സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ യു ഡോട്ട് വി ആണ്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ഇസ് ഈക്വൽ ടു എന്താണ്? യു ഡോട്ട് വി. യു ഡോട്ട് വി എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് യു ആൻഡ് വി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? യുവിലുള്ള യു എന്ന് പറയുന്ന വെക്ടറിലെ എലമെൻറ്റുകളെ വി എന്ന് പറയുന്ന വെക്ടറിലെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് അതിൻ്റെ യുകളെ U1നെ V1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, U2നെ V2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, U3നെ V3 കൊണ്ട് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ UN കൊണ്ട് ഇൻറ്റു ചെയ്യുക, എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതിനെയാണ് യു ഡോട്ട് വി എന്ന് വിളിക്കുക. അപ്പം ഒരു ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നതിനെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് വിളിക്കും? യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓൺ ആർ എൻ എന്ന് വിളിക്കും. യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓൺ ആർ എൻ എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസിലേക്ക് പോവാണ്. ഡെഫിനിഷൻസും തിയറംസും ഒക്കെ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നോക്കുമ്പം ആദ്യം തന്നെ നോക്കിയേ, ഫസ്റ്റ് ഡെഫിനിഷൻ, ഇഫ് വി ഈസ് എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. വി എന്ന് പറയുന്നത് ഒരു റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അതായത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് യു വി, ഒരു ഇന്നർ പ്രൊഡക്റ്റ് യു വി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും?
നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ഈസ് എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, വി എന്ന് പറയുന്നത് ഒരു റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെങ്കിൽ ദെൻ നോം അല്ലെങ്കിൽ ലെങ്ത്, ദ നോം ഓർ ലെങ്ത് ഓഫ് എ വെക്ടർ വി ഇൻ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് വിയിലുള്ള വി എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ നോം എന്ന് പറയുന്നത്, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക നോം വി. രണ്ട് നമ്മൾ മോഡ് എഴുതുന്നതിന് പകരം അതിന് ഒരു വരയും കൂടി ഇടുക, അതിനെ നോം വി എന്നാണ് എന്ത് ചെയ്യുക വായിക്കുക. വേർ നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി. നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ വെക്ടറിൻ്റെ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ആ വെക്ടറിൻ്റെ നോം എന്ന് പറയുന്നത് നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി ആണ്. ഇനി ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് യു ആൻഡ് വി, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, യു എന്ന് പറയുന്ന ഒരു വെക്ടറും വി എന്ന് പറയുന്ന ഒരു വെക്ടറും ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി, ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി ഈസ് ഈക്വൽ ടു നോം യു മൈനസ് വി ആവും. നോം യു മൈനസ് വി എന്ന് പറയുമ്പോൾ ഇവിടെ മുകളിലുള്ള ഇതിൽ നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്ന് പറഞ്ഞ പോലെ റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് യു മൈനസ് വി യു മൈനസ് വി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് യൂസ് ചെയ്താൽ മതി, നോം യു മൈനസ് വി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എ വെക്ടർ ഓഫ് നോം 1, ഒരു വെക്ടറിൻ്റെ നോം എന്താണ്, 1 ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 1 ആണ്. അങ്ങനെയാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കും, യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കും. ഒരു വെക്ടറിൻ്റെ നോം 1 ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്നാണ് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു തിയറത്തിലേക്ക് പോവുകയാണ്. തിയറം പറയുന്ന ഇതാണ്, ഇഫ് യു ആൻഡ് വി ആർ വെക്ടേഴ്സ് ഇൻ എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, യുവും വിയും ഒരു റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലെ വെക്ടേഴ്സാണ്. അപ്പോൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു എന്തുണ്ടായിരിക്കും, ഇന്നർ പ്രൊഡക്റ്റ് യു വി ഉണ്ടായിരിക്കും. ഇഫ് കെ ഈസ് എനി സ്കേലാർ, കെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കേലാർ ആണെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, തിയറം പറയുന്നത്. സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് തിയറം പറയുന്നത്. നമുക്കതാണ് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിത്ത് ഇക്വാലിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു 0. നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ നോം വി ഈക്വൽ ടു 0 ആവണമെങ്കിൽ വി എന്താവണം, 0 ആവണം എന്നാണ് പറയുന്നത്. പിന്നെ നോം കെ വി ഈസ് ഈക്വൽ ടു മോഡ് കെ ഇൻറ്റു നോം വി ആണ്. നോം കെ വി ഈസ് ഈക്വൽ ടു നോം കെ അല്ല, മോഡ് കെ ഇൻറ്റു നോം വി ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് യു വി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ആൻഡ് യു. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് യു വി ഗ്രേറ്റർ ദാൻ 0 വിത്ത് ഇക്വാലിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു വി. ഡിസ്റ്റൻസ് ഓഫ് യു വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോഴും. ഇനി ഡിസ്റ്റൻസ് ഓഫ് യു വി ഈക്വൽ ടു 0 വരികയാണെങ്കിൽ അവിടെ യുവും വിയും എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിത്ത് ഇക്വാലിറ്റി ഇഫ് വി ഈക്വൽ ടു 0 എന്നാണ്. അതായത് നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോഴും. അത് ഈക്വൽ ടു 0 ആവുന്നത് എപ്പോഴാണ്, വി 0 ആകുമ്പോഴാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് വി ബി എനി വെക്ടർ ഇൻ എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി എന്ന് പറയുന്ന ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലുള്ള ഒരു വെക്ടറാണ് സ്മോൾ വി എന്ന് പറയുന്നത്. ദെൻ ഫ്രം ഡെഫിനിഷൻ ഓഫ് നോമിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്നാണ് അല്ലേ. നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി. നമുക്കറിയാം നമ്മുടെ ഇതിന് മുന്നേ കണ്ട ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് നിങ്ങൾ. അപ്പോൾ അതിൽ 4ാമത്തെ കണ്ടീഷൻ നോക്കിയേ, ഇന്നർ പ്രൊഡക്റ്റ് ആണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 4 കണ്ടീഷനുണ്ട്. അപ്പോൾ 4ാമത്തെ കണ്ടീഷൻ അതിലുണ്ടാവും. അതായത് എന്താണ്, ഇന്നർ പ്രൊഡക്റ്റ് വി വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് വി വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, ഈ കണ്ടീഷൻ എഴുതാം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കി അടുത്ത അതിൻ്റെ താഴെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു 0. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി 0 ആവുന്നത് എപ്പോൾ മാത്രമാണ്, വി 0 ആകുമ്പോൾ മാത്രമാണെന്നും 4 ആക്സിയോംസിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ആക്സിയോമായിട്ട്
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോം വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോഴാണ് ഇന്നർ പ്രൊഡക്റ്റ് വി വി ഈക്വൽ ടു 0. ഇന്നർ പ്രൊഡക്റ്റ് വി വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്താ? വി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതായത് ഇത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡയറക്റ്റ് ഫസ്റ്റത്തെ ആക്സിയോം നമുക്ക് ഫസ്റ്റത്തെ പ്രൂവ് ചെയ്യാനുള്ള കാര്യം നമുക്ക് ഡയറക്റ്റ് നാലാമത്തെ ആക്സിയോം എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നോം കെ വി ഈസ് ഈക്വൽ ടു മോഡ് കെ ഇൻറ്റു നോം വി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നു വി എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലെ ഒരു എലമെൻ്റാണ്. റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിയിലെ ഒരു വെക്ടറാണെന്ത്? സ്മോൾ വി എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ഒരു സ്കേലാറാണ്. അങ്ങനെയാണെങ്കിൽ നോമിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്നാണ് എന്ത്? നോമിൻ്റെ ഡെഫിനിഷൻ. അപ്പം നോം കെ വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് കെ വി. ഓക്കെ, നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി അല്ലേ? നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്ന് നമുക്ക് അറിയാം. എവിടെ ഡെഫിനിഷൻ? ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി. അതിൽ വിക്ക് വരെ എന്തായി? കെ വി ആയി. വിക്ക് വരെ കെ വി ആകുമ്പോൾ എന്താവും? റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്നായി അല്ലേ? ഇനി നോക്കുക, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോമോജനിറ്റി ആക്സിയോം. നമ്മൾ ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആകുമ്പോൾ ആ നാല് ആക്സിയോംസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിലെ എത്രാമത്തെ ആക്സിയോം നോക്കുക എന്ന് പറഞ്ഞാൽ, നോക്കിക്കേ, അതിലെ ആക്സിയോം നോക്കുമ്പം കെ വി ഓക്കെ, ഹോമോജനിറ്റി ആക്സിയോം നോക്കാം. ഹോമോജനിറ്റി ആക്സിയോം എന്താ പറയണേ? നോക്കിയേ, ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്ന് പറയുന്നതിന് കെ ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതായത് ഫസ്റ്റത്തെ ഇന്നർ പ്രൊഡക്റ്റിലെ ഫസ്റ്റത്തെ എലമെൻറ്റിനെ കെനെ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന്ന് നമുക്ക് കെ എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ പിന്നെ എന്തുണ്ടാവുള്ളൂ? യുവും വിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ സാധനം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് സംഭവിക്കണം നോക്കിയേ? നമ്മൾ നോക്ക്, കെ വി ഫസ്റ്റത്തെ കെ വിനെ നമ്മൾ കെ എന്ന് പറയുന്ന സ്കേലാറും വി എന്ന് പറയുന്ന വെക്ടർ സ്പേസുമായിട്ട് എടുത്തു. രണ്ടാമത്തെ കെ വി അതുപോലെ തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, കെനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ വി കെ വി. അപ്പം കെ ഇന്നർ പ്രൊഡക്റ്റ് വി കെ വി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന സ്കേലാറിനെ ഇന്നർ പ്രൊഡക്റ്റിലെ ഫസ്റ്റത്തേനെ കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ കെ ഇന്നർ പ്രൊഡക്റ്റ് വി കെ വി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്നാണ്. അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്നല്ല വരുന്നത്. അപ്പം ഇന്നർ പ്രൊഡക്റ്റ് കെ വിനെ നമുക്ക് തിരിച്ചിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി നമുക്കറിയുന്ന കാര്യമാണ് സിമെട്രിക് ആക്സിയോം ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നതിനെ ഇന്നർ പ്രൊഡക്റ്റ് വി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് വി കെ വി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്ന് എഴുതുമ്പോൾ എന്തായി? കെ ഇൻറ്റു വി കെ വിനെ ഇന്നർ പ്രൊഡക്റ്റ് കെ വി എന്ന് ബൈ സിമെട്രിക് ആക്സിയോമിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എഴുതാൻ പറ്റി. ഇനി നോക്കിയേ, ഇനി പഴയ സാധനം തന്നെ വീണ്ടും അപ്ലൈ ചെയ്യാം. തൊട്ട് മുന്നേ അപ്ലൈ ചെയ്ത സാധനം നമ്മൾ ഫസ്റ്റത്തെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ എലമെൻറ്റിനോടുള്ള സ്കേലാറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് അതുപോലെ ബാക്കിയുള്ള എണ്ണത്തിൻ്റെ ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ എലമെൻ്റ് ആയിട്ടുള്ള എന്താ? കെ വിയിൽ കെ എന്ന് പറയുന്ന സ്കേലാറാണ്. അതിനെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് വി എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. കെനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഓൾറെഡി ഒരു കെ പുറത്തുണ്ട്. കെ ഇൻറ്റു കെ സ്ക്വയർ ആണ്. പിന്നെ ഇന്നർ പ്രൊഡക്റ്റ് വി എന്നാണ് എന്ത് ചെയ്തത്? വന്നത്. അപ്പോൾ ഇവിടെ റൂട്ടുണ്ട് കേട്ടോ. റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇന്നർ പ്രൊഡക്റ്റ് വി എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് രണ്ടിനുമായിട്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. റൂട്ട് കെ സ്ക്വയർ റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി. റൂട്ട് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ടും കെ സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോവും. അപ്പോൾ മോഡ് കെ ആവും. പിന്നെയോ
റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്ന് പറയുന്നത് എന്താണ്? അത് നോം വി ആണ്. നോം വിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. നോം വി ഇസ് ഈക്വൽ ടു റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്നാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തു? വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ആക്സിയോംസ് യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൂവ് ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് യു വി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് വി യു അല്ലേ? യുവും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസും യുവും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണെന്ന് കാണിക്കണം. അപ്പോൾ നോക്കാം, നമുക്ക് യുവും വിയും രണ്ട് വെക്ടേഴ്സാണ്. യു ആൻഡ് വി ആർ എനി ടു വെക്ടേഴ്സ് ഇൻ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി എന്ന് പറയുന്ന റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് രണ്ട് വെക്ടേഴ്സാണ് യു വിയും. നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് യു വി ഇസ് ഈക്വൽ ടു നോം യു മൈനസ് വി. ഡിസ്റ്റൻസ് ഓഫ് യു വി ഇസ് ഈക്വൽ ടു നോം യു മൈനസ് വി ആണ് അല്ലേ? അപ്പോൾ നോം യു മൈനസ് വിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് മാറ്റുന്നു. -1 ഇൻറ്റു വി മൈനസ് യു. -1 ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുമ്പോൾ മൈനസ് വി പ്ലസ് യു എന്നാണ്. മൈനസ് വി പ്ലസ് യു എന്ന് പറഞ്ഞാൽ തന്നെയാണ് യു മൈനസ് വി തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തിയറം പ്രൂവ് ചെയ്ത ബി പാർട്ട് എന്താ പറയുന്നത്? ബി പാർട്ട് പറയുന്നത് ഇതാണ്. നോം കെ വി ഇസ് ഈക്വൽ ടു മോഡ് കെ ഇൻറ്റു നോം വി ആണെന്ന് അല്ലേ? അതായത് സ്കേലാറിന് മോഡ് കൊടുക്കുക, വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന് എന്ത് ചെയ്യുക? നോം തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ കാര്യം തന്നെ ഇവിടെ വരുന്നത് നോക്കിയേ, എന്താണ്? നോം -1 ഇൻറ്റു വി മൈനസ് യു. -1 എന്ന് പറയുന്നത് ഒരു സ്കേലാറാണ്, വി മൈനസ് യു എന്ന് പറയുന്നത് വെക്ടറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സ്കേലാറിന് മോഡ് കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ച് താഴെ നോക്കിയ മോഡ് -1 ഇൻറ്റു നോം വി മൈനസ് യു. മോഡ് -1 ഇൻറ്റു നോം വി മൈനസ് യു. മോഡ് ഓഫ് -1ൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ അതിന് ഇന്ത്യയിൽ അർത്ഥമില്ല. ബാക്കി എന്താ ഉള്ളത്? നോം വി മൈനസ് യു. അപ്പം നോം വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ആൻഡ് യു. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വിനെയാണ് നമ്മളെന്ത് നോം യു മൈനസ് വി എന്ന് വിളിച്ചത്. അപ്പം നോം വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താവും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ആൻഡ് യു. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ആൻഡ് യു എന്നുള്ള പ്രൂഫ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അതിൽ നാലാമത്തത് എന്താണ്? നാലാമത് പറയുന്ന കാര്യം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിത്ത് ഇക്വാലിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു വി. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പോരാത്തതിന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഈക്വൽ ടു 0 ആവണമെങ്കിൽ യുവും വിയും എന്തായിരിക്കണം? ഈക്വൽ ടു 0 ആവണം എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. അതിൻ്റെ പ്രൂഫിലേക്ക് നോക്കുമ്പോൾ യു എന്ന് പറയുന്നത് വി എന്ന് പറയുന്നതും റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിയിലെ എന്താണ്? രണ്ട് വെക്ടേഴ്സാണ്. നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വിനെ നമുക്കറിയാം. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഇസ് ഈക്വൽ ടു നോം യു മൈനസ് വി ആണ് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഈക്വൽ ടു നോം യു മൈനസ് വി ആണ്. നോം യു മൈനസ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അത് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എവിടെ കണ്ടിട്ടുണ്ട് മുന്നേ? നമ്മളത് എവിടെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി തൊട്ട് മുന്നേ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തെന്താ? നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ നോം എനി നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നു, നമുക്ക് കിട്ടി നോം യു മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എന്താ നോക്കിയാൽ ഡിസ്റ്റൻസ് ഓഫ് യു വി നോം യു മൈനസ് വി ഈക്വൽ ടു 0 വരുന്നത് എപ്പോഴായിരിക്കണം? ഈക്വൽ ടു 0 വരണമെങ്കിൽ നോം യു മൈനസ് വി ഈക്വൽ ടു 0 വരണമെങ്കിൽ എന്തായിരിക്കണം? നോം യു മൈനസ് വി ഈക്വൽ ടു 0 വരണമെങ്കിൽ യു മൈനസ് വി ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. നമ്മളിവിടെ മുന്നേ കണ്ട കാര്യം നോക്ക്. എന്താ? നോം വി ഈക്വൽ ടു 0 വരുന്നതെങ്കിൽ എപ്പോഴാണ്? ഇതാ ഫസ്റ്റത്തെ പ്രൂവ് ചെയ്താൽ തന്നെയല്ലേ? നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. വിത്ത് ഇക്വാലിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. നോം വി ഈക്വൽ ടു 0 ആകുമ്പോൾ വി എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്ത കാര്യം. അതുപോലെ ഇവിടെ എന്തായിരിക്കും? നോം യു മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. നോം യു മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ നോം യു മൈനസ് വി ഈക്വൽ ടു 0 ആവും എപ്പം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു മൈനസ് വി ഈക്വൽ ടു 0. തൊട്ട് മുന്നേ കണ്ടതാണ് നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
നോം വി ഈക്വൽ ടു 0 if and only if എന്താണ് വി ഈക്വൽ ടു 0. അത് പറഞ്ഞ പോലെ എന്താണ് നോം യു മൈനസ് വി ഈക്വൽ ടു 0 if and only if യു മൈനസ് വി ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താ? യു മൈനസ് വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? if and only if യു ഈക്വൽ ടു വി. യു മൈനസ് വി ഈക്വൽ ടു 0 ആവണമെങ്കിൽ യു മൈനസ് വി അങ്ങോട്ട് ഉണ്ടായാൽ മതി. യു മൈനസ് വി ഈക്വൽ ടു 0 ആവണമെങ്കിൽ യു ഈക്വൽ ടു എന്താവണം? വി ആവണം. അപ്പോൾ നമ്മൾ ഈ 4 കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പം ആ തിയറം അനുസരിച്ച് ഈ 4 കണ്ടീഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഇവിടെ നമ്മൾ എന്ത് ഇന്നർ പ്രൊഡക്റ്റുകൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റുകളുടെ എക്സാമ്പിൾസിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. നോക്കിക്കേ, ഇപ്പം ഒരു വെക്റ്റർ സ്പേസ് n/n എന്ന് പറയുന്ന, അതായത് n/n മെട്രിക്സിൻ്റെ എന്ത് വെക്റ്റർ സ്പേസ്, ഓൾ വെക്റ്റർ സ്പേസ് വിത്ത് n/n ഓർഡർ വിത്ത് റിയൽ എൻട്രീസ്, എല്ലാ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ്, സ്മോൾ ബി എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി 2 എലമെൻറ്റ്സ് ഓഫ് mnn എന്ന് പറയുന്ന എന്ത് n/n മെട്രിക്സുകളുടെ ഒരു സെറ്റ്, അതിലെ 2 എലമെൻറ്റുകളാണ് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓൺ M22. സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓൺ M22ലുള്ള സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും സാധാരണയായിട്ട് സ്മോൾ ലെറ്റർ എഴുതാറുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ക്യാപിറ്റൽ എ എന്നും ക്യാപിറ്റൽ ബി എന്നും യൂസ് ചെയ്യാത്തത്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ സ്മോൾ എനെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ സ്മോൾ ബീനെ കൊണ്ടാണ് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എ ബി ഇസ് ഇക്വൽ ടു ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി എന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി. അപ്പോൾ ഈ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി എന്ന് പറയുന്നത്, ഇന്നർ പ്രൊഡക്റ്റ് എ ബി ഇസ് ഇക്വൽ ടു ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്നർ പ്രൊഡക്റ്റ് ഇതിൽ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ 4 ആക്സിയോംസ്, ഏത് 4 ആക്സിയോംസ്? നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള, നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുള്ള ഈ 4 ആക്സിയോംസ് അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും? ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യും. സിമെട്രി ആക്സിയോം, അഡിറ്റിവിറ്റി ആക്സിയോം, ഹോമോജനിറ്റി ആക്സിയോം, പോസിറ്റിവിറ്റി ആക്സിയോം എന്ന് പറയുന്ന ഈ 4 ആക്സിയോംസ് അതിലെന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ്. അതിൽ എ ബി എന്ന് പറയുന്ന ഇന്നർ സ്പേസിൽ ഈ 4 ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇതിൽ ഡിസ്കസ് ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ MNNൽ എയും ബിയും ഡിസ്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ n=2 ആയിട്ട് എടുക്കും. അതായത് M22 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. അതുകൊണ്ടാണ് M22 എടുത്തത്. MNN എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. n റോകൾ n കോളൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? n=2 ആയിട്ട് എടുക്കുന്നത്. n=2 ആയിട്ട് എടുത്തിട്ട് അത് n-ൻ്റെ കേസിലേക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വിചാരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് നോക്കിയേ, നോം എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് എ അല്ലേ? റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് എ എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് എ ബി എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി അല്ലേ? ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എ എന്ന് പറയുമ്പോൾ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ആയിരിക്കും എന്ത് ചെയ്യുക? വരിക. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ A1 A2 A3 A4 നിർത്തും. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് 2×2 അല്ലേ? B1 B2 B3 B4 നിർത്തും. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എ ബി ഇസ് ഈക്വൽ ടു ട്രേസ് എ ട്രാൻസ്പോസ് ബി അല്ലേ? ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് റോ കോളാക്കി, അതായത് A1 A2 താഴേക്ക് എഴുതി, A3 A4 താഴേക്ക്, ഇൻറ്റു ബി, B1 B2 B3 B4. ഓക്കെ, ട്രേസ് ഓഫ് ഇൻറ്റു ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, റോയും കോളും കൂടി ഇൻറ്റു ചെയ്യുന്നു. അതായത് A1 B1 പ്ലസ് A3 B3
അതുപോലെ A1 B2 പ്ലസ് A3 B4, അതുപോലെ A2 B1 പ്ലസ് A4 B3, അതുപോലെ A2 B2 പ്ലസ് A4 B4. ഓക്കെ, നമ്മളത് ഇൻറ്റു ചെയ്യുന്നു. ഇനി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയഗണൽ എലമെൻസിൻ്റെ സമ്മിനെയാണ് എന്ത് വിളിക്കുക? ട്രേസ്. ഇപ്പോൾ 2, 3, ഇവിടെ 5, ബാക്കിയുള്ള എലമെൻറ്റ് ഏത് ആയിക്കോട്ടെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ട്രേസ് എന്ന് പറഞ്ഞാൽ? ഈ ഡയഗണൽ എലമെൻറ്റ് ഏടെ ചെയ്താൽ എത്ര കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ട്രേസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രേസ് ഓഫ് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗണൽ എലമെൻ്റ് ആയിട്ടുള്ള A1 B1 പ്ലസ് A3 B3 പിന്നെ A2 B2 പ്ലസ് A4 B4 കൊണ്ട് ആഡ് ചെയ്യുക. അതായത് A1 B1 ഉണ്ട്, A2 B2 ഉണ്ട്, A3 B3 ഉണ്ട്, A4 B4 ഉണ്ട്. എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ടത്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് AB എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കണം. അതായത് A1 B1 A2 B2 A3 B3 A4 B4 A5 B5 അങ്ങനെയാണ് എന്ത് n/n മാട്രിക്സിൻ്റെ കേസിൽ എന്ത് ചെയ്യുക? വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു എക്സാമ്പിൾ എടുക്കുന്നു. A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കുന്നു, 1 2 3 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, B എന്ന് പറഞ്ഞ മെട്രിക്സ്, -1 0 3 2 എന്ന് പറഞ്ഞ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ എന്തോ എ ബി എന്ന് പറയുന്ന ഇന്നർ പ്രൊഡക്റ്റ് AB എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A1 B1 അല്ലേ, അതായത് 1 ഇൻറ്റു -1, അത് ഒരേ പൊസിഷനിലുള്ളത് പരസ്പരം ഇൻറ്റു ഇത് ആഡ് ചെയ്യലാണ്. അതുപോലെ 2 ഇൻറ്റു 0, അതുപോലെ 3 ഇൻറ്റു 3, അതുപോലെ 4 ഇൻറ്റു 2. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഒരു എന്താ കിട്ടുക? റിയൽ നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. ഒരൊറ്റ വാല്യൂ ആയിരിക്കും നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അതൊരു റിയൽ നമ്പറായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക എന്നുള്ളത് എപ്പോഴും ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് AB ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 16 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഇന്നർ പ്രൊഡക്റ്റ് ABൻ്റെ വാല്യൂ 16 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കുക നോം A എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്. നോം A എന്ന് പറഞ്ഞാൽ റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് A എന്ന് പറയുമ്പോൾ റൂട്ട് ട്രേസ് A ട്രാൻസ്പോസ് A എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? A1നെ A1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, A2നെ A2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, A3നെ A3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അങ്ങനെ പോവല്ലേ. അപ്പോൾ A1നെ A1 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്ന് പറയുമ്പോൾ 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1 സ്ക്വയർ, 2നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 സ്ക്വയർ, 3നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 3 സ്ക്വയർ, 4നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 സ്ക്വയർ. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ റൂട്ട് 13 കിട്ടും. അതുപോലെ നോം B എന്ന് പറയുമ്പോൾ റൂട്ട് ഇന്നർ പ്രൊഡക്റ്റ് BB ആണ്. അതിൻ്റെ അർത്ഥം എന്താ? റൂട്ട് ട്രേസ് B ട്രാൻസ്പോസ് B. നമ്മൾ ട്രേസ് B ട്രാൻസ്പോസ് B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? B1നെ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക, B2നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, B3നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, B4നെ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം -1 സ്ക്വയർ, B1ൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് -1 സ്ക്വയർ, 0 സ്ക്വയർ, 3 സ്ക്വയർ, 2 സ്ക്വയർ. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ റൂട്ട് 14 എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. അപ്പോൾ ഇതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് കാണിക്കാൻ നമ്മളോട് പറയുന്നില്ല. നമ്മളത് ഇന്നർ പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്തത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്ടർ സ്പേസ് PN. വെക്ടർ സ്പേസ് PN ഒരു വെക്ടർ സ്പേസ് PN ആണ് ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ അതിൽ കുറവുള്ള ഡിഗ്രി ഉള്ള പോളിനോമിയൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് എക്സെട്ര ANx⁻n എന്ന് പറഞ്ഞ പോളിനോമിയൽ ഉണ്ടാവും. Q എന്ന് പറഞ്ഞിട്ട് B0 പ്ലസ് B1x പ്ലസ് B2x സ്ക്വയർ പ്ലസ് എക്സെട്ര BNx⁻n എന്ന് പറഞ്ഞ എന്തുണ്ടാവും? പോളിനോമിയൽ ഉണ്ടാവും. അതുപോലെ P-Q അല്ലാണ്ട് വേറെ എന്തുണ്ടാവും? പോളിനോമിയൽ. അപ്പോൾ ഇവിടെ PQ ഇന്നർ പ്രൊഡക്റ്റ് PQ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് A0 B0 പ്ലസ് A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര AN BN എന്നുള്ളതായിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ അങ്ങനെയാണ്. അതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ചെക്ക് ചെയ്യാൻ പോണേ. നേരത്തെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? ഇന്നർ പ്രൊഡക്റ്റ് AB ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ്
എ ട്രാൻസ്പോസ് ബി ആയിരുന്നു അല്ലേ. ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്നർ പ്രൊഡക്റ്റ് പി ക്യു ഇസ് ഈക്വൽ ടു A0 B0 പ്ലസ് A1 B1 പ്ലസ് എക്സെട്ര AN BN ആണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇന്നർ പ്രൊഡക്റ്റ് ആണോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ 4 ആക്സിയോംസും ഇതെന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോഴാണ് അത് ഇന്നർ പ്രൊഡക്റ്റ് ആവുക. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു A0 A1X എക്സെട്ര, Q എന്ന് പറഞ്ഞിട്ട് B0 B1X എക്സെട്ര, അതുപോലെ R എന്ന് പറഞ്ഞിട്ട് C0 C1X എക്സെട്ര എന്ന് പറഞ്ഞ് മൂന്ന് വെക്ടേഴ്സ് P Q R എന്ന് പറഞ്ഞ 3 വെക്ടേഴ്സ്, K എന്ന് പറഞ്ഞ സ്കേലാർ. ഓക്കെ, നമുക്ക് എന്തിൽ തുടങ്ങുന്നു, നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് പി ക്യു. ഇന്നർ പ്രൊഡക്റ്റ് പി ക്യു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, പി ക്യു എന്താണെന്ന് തന്നിട്ടുണ്ട്, A0 B0 പ്ലസ് A1 B1 പ്ലസ് എക്സെട്ര AN BN ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A0 B0 നമുക്ക് B0 A0 എന്ന് എഴുതാം, A1 B1 B1 A1 എന്ന് എഴുതാം, അങ്ങനെ AN BN BN AN എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതിയാൽ അതിന് നമുക്ക് എന്ത് എഴുതാം, പി ക്യു എന്ന് പറയുന്നത് A0 B0 A1 B1 എക്സെട്ര AN BN ആണെങ്കിൽ B0 A0 B1 A1 എക്സെട്ര BN A എന്നുള്ളതിന് ക്യു പി എന്ന് എഴുതാം. അപ്പോൾ രണ്ടും ഈക്വലായി, അതായത് പി ക്യു ഈക്വൽ ടു ക്യു പി എന്ന് കിട്ടി. ഓക്കെ, അത് ഫസ്റ്റത്തെ ആക്സിയോം എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ ആക്സിയോം സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. അതായത് പി പ്ലസ് ക്യു കോമ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, പി ആർ പ്ലസ് ക്യു ആർ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി പ്ലസ് ക്യു കോമ ആർ എന്ന് പറയുമ്പോൾ പി പ്ലസ് ക്യു നമ്മൾ ചെയ്യുന്നു. പി പ്ലസ് ക്യു എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പി എന്ന് പറഞ്ഞ പോളിനോമിയലും ക്യു എന്ന് പറയുന്ന പോളിനോമിയലും കൂടി ആഡ് ചെയ്യലാണ് അല്ലേ. പി എന്ന് പറഞ്ഞ പോളിനോമിയലും ക്യൂവും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക, പി എന്ന് പറഞ്ഞ പോളിനോമിയൽ ഇതാണ്, ക്യൂ എന്ന് പറഞ്ഞ പോളിനോമിയൽ ഇതാണ്. അപ്പോൾ A0 പ്ലസ് B0 ഉണ്ടാവും. ഫസ്റ്റത്തെ എലമെൻറ്റ് എന്തായിരിക്കും, A0 പ്ലസ് B0. അത് പി പ്ലസ് ക്യു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു കിട്ടുക, അതായത് A0 പ്ലസ് B0 എന്ന് പറഞ്ഞ് ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് അടുത്ത എന്താവും A1 പ്ലസ് B1 എന്ന് പറഞ്ഞ് പിന്നെ ഒരു എക്സ് ഉണ്ടാവും. പിന്നെ A2 പ്ലസ് B2 എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, A2 പ്ലസ് B2 എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പോളിനോമിയൽ. അങ്ങനെ പോകുന്ന ഒരു പോളിനോമിയലാണ് എന്ത്, പി പ്ലസ് ക്യു എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പി പ്ലസ് ക്യു എന്ന് പറയുമ്പോൾ അതൊരു പോളിനോമിയലായിട്ട് എടുക്കും. ആ പോളിനോമിയലാണ് നമ്മൾ മുകളിൽ എന്ത് ചെയ്തിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള എന്ത്, A0 പ്ലസ് B0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, A1 പ്ലസ് B1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം, A2 പ്ലസ് B2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടൈം. അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പി പ്ലസ് ക്യു കോമ ആർ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്, നമുക്ക് ഡിഫൈൻ ചെയ്ത് പി ക്യൂവിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം A0 B0 ഫസ്റ്റത്തെ എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അല്ല ഇൻറ്റു ചെയ്യുക, പ്ലസ് രണ്ടാമത്തേൽ എന്ത്, ആ കോൺസ്റ്റൻറ്റുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക, മൂന്നാമത്തേൽ കോൺസ്റ്റൻറ്റുകൾ ഇൻറ്റു ചെയ്യുക, എല്ലാം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഫസ്റ്റത്തേലെ കോൺസ്റ്റൻ്റാണ് A0 B0, അതിന് C0നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, പ്ലസ് A1 B1 ആണ് രണ്ടാമത്തേൽ, കണ്ടോ A1 B1 ആണ് രണ്ടാമത്തേലുള്ളത്, അതിന് എടുക്കുന്ന A1 പ്ലസ് B1 ഇൻറ്റു C1, അതുപോലെ A2 പ്ലസ് B2 ഇൻറ്റു C2, അങ്ങനെ പോയിട്ട് AN പ്ലസ് BN ഇൻറ്റു CN എടുക്കുക. ഓക്കെ, ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ A0 C0 പ്ലസ് A1 C1 പ്ലസ് എക്സെട്ര AN CN എന്നും, അതുപോലെ B0 C0 പ്ലസ് എക്സെട്ര എന്ത് BN CN എന്നും കിട്ടും. അതായത് ആ മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്തതാണ്. ആ മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്താൽ A0 C0 പ്ലസ് A1 C1 പ്ലസ് എക്സെട്ര AN CN നമുക്ക് PR എന്നും, അതുപോലെ B0 C0 പ്ലസ് B1 C1 പ്ലസ് എക്സെട്ര BN CN എന്നുള്ളതിന് നമ്മൾ QR എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആക്സിയോമും എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ ആക്സിയോം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. മൂന്നാമത്തെ ആക്സിയോം പറയുന്നത് എന്താ, മൂന്നാമത്തെ ആക്സിയോം പറയുന്നത് KP, Q എന്ന് പറഞ്ഞാൽ എന്താ, K എന്ന് പറയുന്ന ഒരു സ്കേലാറിനെ കൊണ്ട് Pനെ ഇൻറ്റു ചെയ്യുന്നു അല്ലേ. K എന്ന് പറയുന്ന സ്കേലാറിനെ കൊണ്ട് Pനെ ഇൻറ്റു ചെയ്യുന്നു പറഞ്ഞാൽ P എന്ന് പറയുന്ന പോളിനോമിയലിന് മൊത്തത്തിൽ Kനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു അല്ലേ. അപ്പോൾ KP എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, KP എന്ന് പറയുമ്പോൾ ഈ A0 Pനെ എല്ലാത്തിനും, Pയിൽ എല്ലാ ടൈമിനും, അതായത് KA0 പ്ലസ് KA1X പ്ലസ് KA2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ KP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഴുതിയ സാധനം, ഈ പോളിനോമിയലിനെയാണ് നമ്മളെന്ത് വിളിക്കുക, KP എന്ന് വിളിക്കുക. അതിനെ ക്യൂവിനെ കൊണ്ട് KP, Q എന്ന് പറയുന്ന ഫംഗ്ഷൻ, P, Q ഡിഫൈൻ ചെയ്തത് A0 B0 A1 B1 അല്ലേ. അപ്പോൾ ഇവിടെ
ആരാണ്ടാവുക KA0 ഉണ്ടാവുക. KA0നെ B0 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. അതുപോലെ KA1നെ B1 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. പിന്നെ KA2നെ B2 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. അങ്ങനെ KANനെ BN കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഡ് ചെയ്യുന്നു. എല്ലാത്തിലും K കോമൺ ആണ്, ഞാൻ Kനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും, K ഇൻറ്റു A0 B0 പ്ലസ് A1 B1 പ്ലസ് എക്സെട്ര AN BN എന്ന് കിട്ടും. അതായത് K ഇൻറ്റു A0 B1 A1 B1 എക്സെട്ര AN BN തന്നെയാണ് നമ്മളെന്ത് PQ എന്ന് പറഞ്ഞിട്ട് P, Q എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആക്സിയോം എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നാലാമത്തെ ആക്സിയോം സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. എന്താണ് P, P അല്ലേ? ഇന്നർ പ്രൊഡക്റ്റ് P, P എന്ന് പറയുമ്പോൾ എന്താണ് പീനെ Q കൊണ്ട് ചെയ്യുമ്പോൾ A0 B0 A1 B1 എന്ന് പറഞ്ഞ പോലെ P, P എന്ന് പറയുമ്പോൾ എന്താ A0 A1 A2 എന്നിങ്ങനെ വരും. A0 എന്ന് പറയുമ്പോൾ A0 സ്ക്വയർ, A1 എന്ന് പറഞ്ഞാൽ A1 സ്ക്വയർ, A2 എന്ന് പറയുമ്പോൾ A2 സ്ക്വയർ എക്സെട്ര AN എന്ന് പറയുമ്പോൾ AN സ്ക്വയർ. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്തായാലും കോൺസ്റ്റൻറ്റുകളാണ്. A0 A1 A2 A3 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻറ്റുകളാണ്. എല്ലാം കൂടി എല്ലാത്തിൻ്റെയും കൂടി സ്ക്വയർ കാണുകയാണ്. അപ്പോൾ സ്ക്വയർ കാണുമ്പോൾ ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് വരില്ല. ആ കോൺസ്റ്റൻറ്റുകളുടെ സ്ക്വയർ കാണുമ്പോൾ നെഗറ്റീവ് വരില്ല. ദെൻ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ, അതിൻ്റെ തന്നെ നാലാമത്തെ ആക്സിയോം എന്നുകൂടി പറയുന്നുണ്ട്. ഈക്വൽ ടു 0 ആവുന്നത് എപ്പോഴാണ്? ഈക്വൽ ടു 0 ആവുന്നത് P ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അല്ലേ? നോം VV ഈക്വൽ ടു 0 വെൻ എന്താണ് V ഈക്വൽ ടു 0 എന്നാണ് നാലാമത്തെ ആക്സിയോം പറയുന്നത്. അപ്പോൾ നമ്മൾ PP അല്ലേ, ഇന്നർ പ്രൊഡക്റ്റ് PP ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? PP എന്ന് പറഞ്ഞാൽ എന്താ, A0 സ്ക്വയർ പ്ലസ് A1 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ അല്ലേ? അത് ഈക്വൽ ടു എന്താവണം, 0 ആവണം. അത് ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇതെല്ലാം 0 ആയാൽ മാത്രമേ, അതായത് A0 സ്ക്വയർ പ്ലസ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ എന്തായിരിക്കണം, A0 0 ആയിരിക്കണം, A1 0 ആയിരിക്കണം, A2 0 ആയിരിക്കണം. അങ്ങനെ എല്ലാം 0 ആയാൽ മാത്രമേ അതെല്ലാം കൂടി ആഡ് ചെയ്ത് എന്ത് വരുള്ളൂ, 0 വരുള്ളൂ. അതായത് ഓൾ AI ഈക്വൽ ടു 0. ഓൾ AI ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, P ഈക്വൽ ടു എന്താവണം, 0 ആവണം. എല്ലാ എയും, അതായത് A0 A1 A2 A3 ഒക്കെ 0 ആവണമെങ്കിൽ ആ P എന്ന് പറയുന്ന പോളിനോമിയൽ തന്നെ എന്താവണം, 0 ആവണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ എഴുതി വെച്ച PQ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ആ ഫംഗ്ഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് 4 കണ്ടീഷൻസ് ആക്സിയോംസ് അതെന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. 4 ഫംഗ്ഷൻ f ഓഫ് എക്സ് g എന്ന് പറയുന്നത് g ഓഫ് എക്സ് ആണ്. കണ്ടിന്യൂസ് ഇൻ AB, CAB എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ് ഓവർ AB, കണ്ടിന്യൂസ് ഓവർ ഇൻ്റർവെൽ AB പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനെയാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ദാറ്റ് ഇസ് ഡിഫൈൻ FG എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്ത്, ഇൻ്റഗ്രൽ A ടു ബി F ഓഫ് എക്സ് G ഓഫ് എക്സ് DX എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫൈൻ ചെയ്തത് എന്താണെന്ന് നോക്കണം. നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ അതിന് 4 കണ്ടീഷൻ അതെന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. 4 ആക്സിയോംസ് സാറ്റിസ്ഫൈ ചെയ്താലേ അതിന് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ F ഈക്വൽ ടു F ഓഫ് എക്സ്, G ഈക്വൽ ടു G ഓഫ് എക്സ്, H ഈക്വൽ ടു H ഓഫ് എക്സ്, പിന്നെ ഓവർ എൻ കണ്ടിന്യൂസ് ഇൻ്റർവെൽ AB ആൻഡ് ദെൻ സ്കേലാർ K ആണ് സ്കേലാർ. ഓക്കെ, നമ്മൾ FG എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ A ടു ബി F ഓഫ് എക്സ് G ഓഫ് എക്സ് DX ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന് ഇൻ്റഗ്രൽ A ടു ബി തന്നെ F ഓഫ് എക്സ് G ഓഫ് എക്സിന് എനിക്ക് എന്ത് ചെയ്യാം, G ഓഫ് എക്സ് F ഓഫ് എക്സ് DX എന്ന് എഴുതാൻ പറ്റും. രണ്ടും സെയിം ആണ്. അങ്ങനെയാണ് G ഓഫ് എക്സ് F ഓഫ് എക്സ് DX എന്ന് പറഞ്ഞാൽ എന്താണ്, G, F ആയിക്കോളും. F, G എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ A ടു ബി F ഓഫ് എക്സ് G ഓഫ് എക്സ് DX ആയതുപോലെ എന്ത്, ഇൻ്റഗ്രൽ A ടു ബി G ഓഫ് എക്സ് F ഓഫ് എക്സ് DX എന്ന് പറഞ്ഞാൽ എന്താണ്, G, F ആയിക്കോളും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ്, F പ്ലസ് G, H അല്ലേ? F പ്ലസ് G, H എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ A ടു ബി F പ്ലസ് G ആണ് ഒറ്റ ഫംഗ്ഷനായിട്ട് മാറി. എന്ത്, F ഓഫ് എക്സ് ആണ് F എന്ന് പറഞ്ഞാൽ, G ഓഫ് എക്സ് ആണ് G എന്ന് പറഞ്ഞാൽ F പ്ലസ് G എന്ന് പറഞ്ഞാൽ എന്താവും, F ഓഫ് എക്സ് പ്ലസ് G ഓഫ് എക്സ് ആയി. ഓക്കെ, അപ്പോൾ F ഓഫ് എക്സ് പ്ലസ് G ഓഫ് എക്സ് ഇൻറ്റു F, G എന്ന് പറഞ്ഞാൽ F ഓഫ് എക്സ് ഇൻറ്റു G ഓഫ് എക്സ് അല്ലേ? അപ്പം F പ്ലസ് G, H എന്ന് പറഞ്ഞാൽ F ഓഫ് എക്സ് പ്ലസ് G ഓഫ് എക്സ്
ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, എഫ് കോമ എച്ച് ആണ്. ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് കോമ എച്ച് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജി കോമ എച്ച് ആണ്. അപ്പം എഫ് പ്ലസ് ജി കോമ എച്ചിനെ എഫ് കോമ എച്ച് ജി കോമ എച്ച് എന്ന് എഴുതാൻ പറ്റും. നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതിനാണ് മൂന്നാമത്തത് കെ എഫ് കോമ ജി. കെ എഫ് കോമ ജി, കെ എഫ് എന്ന് പറയുമ്പോൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്കേലാറിനെ കൊണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻറ്റു ചെയ്യുന്നു. അതായത് കെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, കെ എഫ് ഓഫ് എക്സ് എന്നാണ് എന്തുണ്ടാവുക, കെ എഫ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒറ്റ ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ. അപ്പോൾ കെ എഫ് കോമ ജി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി അതുപോലെ എന്താണ് കെ എഫ് ഓഫ് എക്സ്. കെ എഫ് ഓഫ് എക്സ് കെ എഫ് എന്ന് പറഞ്ഞ ഒറ്റ ഫംഗ്ഷനാണ്. ജി എന്ന് പറയുമ്പോൾ ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് കെ എന്ന് പറഞ്ഞ സ്കേലാർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഡി എക്സിനെയാണ് നമ്മളെന്ത് എഫ് കോമ ജി എന്ന് വിളിക്കുന്നത്. കെ ഇൻറ്റു എഫ് കോമ ജി. നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അല്ല മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കുന്നു. എഫ് കോമ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇപ്പോൾ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും സ്ക്വയർ കാണുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സിൻസ് എഫ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് സ്ക്വയർ എക്സ് എന്താണ്, 0 ആയതുകൊണ്ട് ആ പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നു. പിന്നെ അത് ഈക്വൽ ടു 0 വരുന്നത് എഫ് 0 ആകുമ്പോഴാണ് എന്നും കൂടി പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണ് നോക്കിയേ, എഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓൺ എ ബി ആണ്. ഇത് ഇക്വാലിറ്റി എപ്പോഴാണ് ഇത് ഈക്വൽ ടു 0 ആവുക, ഇത് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എപ്പോഴാവുക, എഫ് സ്ക്വയർ എക്സ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ ഇത് 0 ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവണം, 0 ആവണം. എഫ് ഓഫ് എക്സ് 0 ആവണം എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഈക്വൽ ടു 0 ആവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇൻ്റഗ്രൽ എ ടു ബി എഫ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 വരണമെങ്കിൽ എഫ് ഈക്വൽ ടു എന്താവണം, 0 ആവണം. അപ്പം നമ്മുടെ 4 കണ്ടീഷൻസും അതെന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു ആ ഫംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കുക, ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ എന്ന് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ വിളിക്കാൻ പറ്റും. ഈ 4 സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെന്ത് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഷോ ദാറ്റ് ദ വെക്ടർ സ്പേസ് P2 of all polynomials with a degree less than or equal to 2 is an inner product space with the inner product defined by ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് പി ക്യു ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ് ഫോർ ആൾ പി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് എക്സ് ആണ്. രണ്ടും P2 ആണ്. അതായത് ഡിഗ്രി മാക്സിമം പോയാൽ 2 വരെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് -1 to 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ഫോർമുല എന്ത് ചെയ്യണം, 4 ആക്സിയോംസ് ഇന്നർ പ്രൊഡക്റ്റ് ആക്സിയോംസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സും ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് എക്സും ആർ എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സും ആയിട്ടെടുത്തു. ബിലോങ്സ് ടു P2, ഡിഗ്രി മാക്സിമം 2 വരുന്ന പോളിനോമിയലാണ് P2. കെ എന്ന് പറഞ്ഞാൽ സ്കേലാറാണ്. ഓക്കെ, അപ്പം പി ക്യൂ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് -1 to 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ് ആണ്, നമുക്കറിയാം. അതിന് നമുക്ക് തിരിച്ച് എഴുതാൻ പറ്റും. -1 to 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ്, ബി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സിന് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതിയാൽ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് എന്താണ്,
ക്യു പി, പി കോമ ക്യൂവിന് പകരം ക്യൂ കോമ പിക്ക് ഈക്വൽ ആണെന്നിട്ട്. ഇനി പി പ്ലസ് ക്യൂ കോമ ആർ അല്ലേ, പി പ്ലസ് ക്യൂ കോമ ആർ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ -1 to 1 പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, ക്യൂ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ കൂടി ആഡ് ചെയ്യലാണ്. അപ്പോൾ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഈ ഇൻറ്റു ആർ ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. നമുക്കറിയാം എന്ത് പി ക്യൂ എന്താണെന്ന് അറിയാം. ഇവിടെ പി ക്യൂ ആരെന്തായി പി പ്ലസ് ക്യൂ ആയി. അപ്പോൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ആഡ് ചെയ്യുക. എന്നിട്ട് പി കോമ ക്യൂ എന്ന് പറയുന്നതിന് പകരം പി പ്ലസ് ക്യൂ കോമ ആർ എന്ന് പറഞ്ഞപ്പം പി പ്ലസ് ക്യൂ ആദ്യം വരുന്നു. അതാണ് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി അത് എക്സ്പാൻഡ് ചെയ്താൽ പി ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡി എക്സും എന്താണ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡി എക്സ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പി ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡി എക്സിനെയാണ് നമ്മളെന്ത് പി കോമ ആർ എന്ന് വിളിക്കുക. അതുപോലെ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡി എക്സിനെയാണ് നമ്മളെന്ത് ക്യൂ കോമ ആർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി കെ പി കോമ ക്യൂ അല്ലേ, കെ പി കോമ ക്യൂ എന്ന് പറയുമ്പോൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് കൊണ്ട് പീനെ എന്ത് ചെയ്യുന്നു ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ കെ പി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, കെ പി എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് കിട്ടും. കെ പി എന്ന് പറയുമ്പോൾ എന്താ കെ ഇൻറ്റു പി ഓഫ് എക്സ് എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മളതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കെ പി കോമ ക്യൂ എന്ന് പറയുമ്പോൾ കെ പി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു പി ഓഫ് എക്സ്, ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, -1 to 1 കെ ഇൻറ്റു പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ്. കെനെ പുറത്തേക്ക് എടുക്കുന്നു. -1 to 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ കെ പി ക്യൂ. ഓക്കെ, അതുപോലെ നാലാമത്തെ കണ്ടീഷൻ പി കോമ പി എന്ന് പറയുമ്പോൾ -1 to 1 പി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഡി എക്സ്. പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ എക്സ് ഡി എക്സ്. പി സ്ക്വയർ എക്സ് ഡി എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം എന്താ, പി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ്. പി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിൻ്റെ എന്താണ് സ്ക്വയർ ആണ്. പി ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 2 ഡിഗ്രി വരുന്ന പോളിനോമിയലാണ്. അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. വിച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓവർ ദ ഇൻ്റർവൽ -1 to 1. ഇൻ്റർവെൽ -1 to 1 ആകുമ്പോൾ എന്ത് വന്നാലും സ്ക്വയർ എടുത്തുമ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ കണ്ടിന്യൂസ് ഓൺ -1 to 1. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് ഈക്വൽ ടു 0 വരുന്നത്, ഇതൊരിക്കലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരില്ല. നമുക്കറിയാം എന്ത് പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വരുന്നത് എപ്പോൾ ആയിരിക്കും, ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു integral -1 to 1 p of x whole square dx equal to 0 വരുമ്പോൾ എപ്പോഴാണ് p of x whole square equal to 0 വരുമ്പോൾ p of x whole square equal to 0 വരും എപ്പോഴാണ് p of x equal to 0 വരുമ്പോൾ. ഓക്കെ, അതായത് നമുക്ക് എന്ത് കിട്ടി നോക്കിയേ, പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 0 വരുന്ന എപ്പോഴാണ് പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ 0 വരുമ്പോൾ പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ 0 വരും എപ്പോഴാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ പി ഈക്വൽ ടു 0 വരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 0 വരുള്ളൂ. അപ്പം അതിൻ്റെ നാലാമത്തെ കണ്ടീഷന് നമ്മൾ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ആ 4 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ ആ പി ക്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, ഇന്നർ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ. അതായത് പി ക്യു സാറ്റിസ്ഫൈസ് ഓൾ ഇന്നർ പ്രൊഡക്റ്റ് ആക്സിയംസ്, ഹെൻസ് ദ ഇന്നർ പ്രൊഡക്റ്റ് ഓൺ പി ടു. സോ പി ടു ഈസ് എ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് എബോ. പി എന്ന് പറഞ്ഞത് അത് നമ്മൾ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് അനുസരിച്ച് അതെന്താണ് പി ടു എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. ഓക്കെ.